നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് ഒരു മധ്യസ്ഥത ചർച്ചയ്ക്ക് വഹിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊരു ചോദ്യം പല കോണുകളിൽ നിന്നും പല രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തിയിരുന്നു. ഇന്ത്യ അതിന് ഒരു വ്യക്തമായ മറുപടി നൽകിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അതിനൊരു മറുപടി അജിത് ഡോവൽ തന്നെ നൽകുന്നുണ്ട്. അത് വാക്കുകൊണ്ടല്ല, സൗദി അറേബ്യയിലെ സന്ദർശനത്തോടുകൂടിയാണ്. കുറച്ച് വിവരമുള്ളവർക്ക്, സാമാന്യ ബോധമുള്ളവർക്ക് അജിത് ഡോവൽ സൗദി അറേബ്യയിൽ എന്തിനു പോയി, എന്തുകൊണ്ട് അമേരിക്ക ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇന്ത്യ എന്തുകൊണ്ടൊരു മധ്യസ്ഥത ചർച്ചയ്ക്ക് വഹിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നതിന്റെ ഉത്തരം മനസ്സിലായി കാണും. ഡോവൽ വെറുതെയൊന്നും ഒരു വിദേശ രാജ്യത്ത് സന്ദർശനം നടത്താനൊന്നും പോവാറില്ല. അങ്ങനെ എന്തെങ്കിലും പോകണമെങ്കിൽ അതിനൊരു വ്യക്തമായ കാരണവുമുണ്ടാകും. പോകുന്നെങ്കിൽ അദ്ദേഹം ഒരു ലക്ഷ്യവും കാണാതെ വെറുതെ ഒരു ഉല്ലാസയാത്രയ്ക്കായി അദ്ദേഹം സൗദി അറേബ്യയിൽ പോകാറില്ല. നമ്മുടെ കേരളത്തിലെ ചില മന്ത്രിമാർ പോകുന്നത് പോലെ അങ്ങനെയൊന്നും അദ്ദേഹം പോവാറില്ല. സൗദി അറേബ്യയിൽ എത്തിയ ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഊർജ മന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഊർജ ഉൽപ്പന്ന വിതരണ പങ്കാളികളിൽ ഒന്നാണ് സൗദി അറേബ്യ. ഊർജ രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിലെ സഹകരണം ശക്തമാക്കുന്നത് ചർച്ചയായെന്നാണ് സൗദി മാധ്യമമായ സൗദി ഗസറ്റ് റിപ്പോർട്ട് ചെയ്തത്. സൗദിയിൽ നടന്ന ചർച്ചയിൽ സഹമന്ത്രിയും മന്ത്രിതല കൗൺസിൽ അംഗവും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഡോക്ടർ മുസൈദ് അൽ ഐവാനും സംബന്ധിച്ചു. ഒരു രാജ്യം സന്ദർശിക്കുന്നു എങ്കിൽ അവിടെ ഇന്ത്യയുടെ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കും. അതാണ് അജിത് ഡോവൽ ഇവിടെ ചെയ്തത്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാലങ്ങളായുള്ള ഭായ് ബന്ധത്തിൽ ഇന്ന് വലിയ വിള്ളലുകൾ വീണിരിക്കുന്നു. ഇതിന് പിന്നിലെ പ്രധാന സൂത്രധാരൻ എന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലാണ്. സൗദി അറേബ്യയുടെ ശത്രു ഇപ്പോൾ പാകിസ്ഥാനാണ്. ഭീകരവാദത്തിന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയുടെ കൃത്യമായ തെളിവുകൾ സൽമാൻ രാജാവിനും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും മുന്നിലെത്തിച്ചത് അജിത് ഡോവലാണ്. അതും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്. പാകിസ്ഥാൻ കാണിച്ചു കൂട്ടുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും പാകിസ്ഥാൻ കാണിച്ചു കൂട്ടുന്ന ദ്രോഹങ്ങളും എണ്ണി ഇന്ത്യ ഒരു പ്രത്യേക ടീമിനെ തന്നെ ലോക രാജ്യങ്ങളുടെ മുന്നിലേക്ക് വിട്ടിരുന്നു. അവർ കൃത്യമായി തെളിവുകൾ സഹിതം സൗദി അറേബ്യയ്ക്കും ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾക്കും കൊടുത്തു. പാകിസ്ഥാന്റെ സ്വഭാവം ഇതാണ്. പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളില്ല. പാകിസ്ഥാൻ കാണിക്കുന്നത് ഇങ്ങനത്തെ തീവ്രവാദ പ്രവർത്തനമാണ്. എത്രയൊക്കെ ഫണ്ടുകൾ അമേരിക്ക ഉൾപ്പെടെ IMF നടക്കം കൊടുത്താലും പാകിസ്ഥാൻ ആ പണം തീവ്രവാദത്തിന് വേണ്ടിയാണ് പ്രയോഗിക്കുന്നതെന്ന് കൃത്യമായ തെളിവാണ് ഇന്ത്യ അത് സൗദി അറേബ്യയ്ക്ക് പാകിസ്ഥാനെതിരെ നൽകിയത്. അതോടുകൂടി സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിന് ഒരു വിള്ളൽ വീണു കഴിഞ്ഞു. കൂടാതെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാൻ കരഞ്ഞു വിളിച്ചിട്ട് പോലും സൗദി അറേബ്യ ഇന്ത്യയെ എതിർക്കാതിരുന്നത് ഡോവലിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ മൂലമാണ്. സൗദിയിൽ ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളും സുരക്ഷാ ഉറപ്പുകളും പകരം നൽകിക്കൊണ്ട് ആ നിശബ്ദത അദ്ദേഹം ഉറപ്പാക്കി. വിഷൻ 230 സൗദി ആധുനികവത്കരണത്തിലേക്ക് നീങ്ങുമ്പോൾ അവർക്ക് വേണ്ടത് പാകിസ്ഥാന്റെ സൈനിക സഹായമല്ല, മറിച്ച് ഇന്ത്യയുടെ സാങ്കേതിക സാമ്പത്തിക കരുത്താണ്. ഈ സന്ദർശനത്തിന്റെ 5 പ്രധാന ലക്ഷ്യങ്ങളുണ്ട്. അതായത് അജിത് ഡോവൽ സൗദി അറേബ്യയിലേക്ക് സന്ദർശനം നടത്തിയതിന്റെ 5 പ്രധാന ലക്ഷ്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഊർജ്ജ സുരക്ഷയാണ്. പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾക്കിടയിലും ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കുക എന്നതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 2, രഹസ്യ ഇന്റലിജൻസ് കൈമാറ്റം. ഭീകരവാദികളെയും ലഹരിമരുന്ന് കടത്തിനെയും അടിച്ചമർത്താൻ സൗദിയുമായി ചേർന്ന് അതീവ രഹസ്യമായ സുരക്ഷാ പങ്കാളിത്തം ഉറപ്പാക്കുക. 3, ക്രിമിനലുകളെ കൈമാറൽ. ഇന്ത്യ തിരയുന്ന കുറ്റവാളികളെ സൗദിയിൽ നിന്നും വിട്ടു നൽകുന്ന നയതന്ത്ര ചർച്ചകൾ. 4, IMEC പദ്ധതി. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴിയുടെ വേഗത്തിലുള്ള നിർമ്മാണം. പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ്. പാകിസ്ഥാൻ സൗദി നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ പോലും ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾ പരിഗണിച്ചായിരിക്കണമെന്ന് ഉറപ്പാക്കൽ. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ എന്തു പറയുന്നു അതുപോലെ സൗദി അറേബ്യ കേൾക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അജിത് ഡോവൽ പാകിസ്ഥാനിലേക്ക് എത്തിയപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനടക്കം നെഞ്ചിടിപ്പ് ഉണ്ടായിട്ടുണ്ടാകും.